കർണാടക സർക്കാർ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ ബംഗളൂരു കൊഗലു വില്ലേജിൽ വസീം ലേഔട്ടിലും ഫക്കീർ കോളനിയിലും എ റഹീം MP സന്ദർശനം നടത്തി. 30 വർഷത്തിലേറെയായി 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകൾ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് തകർത്തത്. Marginalized people like Muslims and Dalits. Same as Sangha Parivar ideology, unfortunately the Congress government has been sent the same bulldozer against the Muslims and Dalits here. All victims are either Muslim or Dalit. So it is quite unfortunate. So we would like നസ്രുള്ളയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, എ റഹീം എപ്പോഴാണ് സന്ദർശനം നടത്തിയത്? ഈ സന്ദർശനത്തിന് ശേഷം എന്താണ് റഹീം പറഞ്ഞത്? കർണാടക സർക്കാർ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ ബംഗളൂരു കൊഗിലു വില്ലേജിലെ വസീം ലേഔട്ടിലും ഫക്കീർ കോളനിയിലുമാണ് എ റഹീം MP സന്ദർശിച്ചത്. ഇവിടെ 30 വർഷത്തിലേറെയായി 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് കർണാടക സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത്. ഇത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സംഘപരിവാർ സംഘം നടത്തുന്നതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ കർണാടകയിലുള്ളത്. BJP സർക്കാർ അവിടെയുള്ള ദളിതുകളുടെയും മുസ്ലിങ്ങളുടെയും ഭവനങ്ങൾ നിയമപരമല്ല എന്ന കാരണം പറഞ്ഞ് പൊളിച്ചു നീക്കുന്നു. അതിന് സമാനമായ കാര്യമാണ് ഇപ്പോൾ നിയമപരമായി അല്ലാത്ത കയ്യേറിയിരിക്കുന്നു എന്ന് ആക്ഷേപിച്ച് 30 വർഷത്തിലധികം ആളുകൾ താമസിക്കുന്ന വീടുകൾ പൊളിച്ചു നീക്കുന്ന നടപടിയാണ് ഇപ്പോൾ കർണാടക സർക്കാരും നടത്തിയത്. ഇത് കോൺഗ്രസ് സർക്കാർ സംഘപരിവാർ സർക്കാർ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നടത്തുന്ന അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കർണാടക ബംഗളൂരുവിലും ഉണ്ടായത് എന്ന ആരോപണമാണ് എ റഹീം MP ആരോപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് അവിടെ ഉണ്ടായിരുന്ന വീടുകൾ തകർത്തത്. അതിനുശേഷം അവിടെ അവശേഷിക്കുന്ന വീടുകൾ കൂടി കർണാടക സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥ വൃന്ദം എത്തി പൊളിച്ചു നീക്കി എന്നും എ റഹീം MP പറയുന്നുണ്ട്. അവർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തിയിട്ടില്ല. ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ നൽകുന്ന കാര്യങ്ങൾ സൗകര്യം ഉപയോഗിച്ചാണ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് ആവശ്യമായ പുനരധിവാസം